നബി സലാം അലൈക്കും യാ റസൂൽ സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. 1000 സ്വലാത്ത് ഇന്നു മുതൽ നിങ്ങളും ചൊല്ലാൻ തുടങ്ങണം. ചുരുങ്ങിയത് ഒരു ദിവസം 1000 ആക്കണം. ഉഹദ് യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയല്ലോ, രക്തം ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, എൻ്റെ കമീസ് എടുത്ത് അതിൽ താഴത്ത് വെക്കൂ, കാരണം എൻ്റെ രക്തത്തുള്ളി എങ്ങാനും ഭൂമിയിലൊറ്റിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, അവർക്ക് ശിക്ഷ ഇറങ്ങുകയല്ല നബിയെ വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അങ്ങയെ ആക്രമിച്ച അവർക്ക് ശിക്ഷ ഇറങ്ങുകയല്ലേ വേണ്ടത്. അപ്പോൾ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാം അവരറിവില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, അവരറിവില്ലാത്തവരാണ്, അതുകൊണ്ട് അവർക്ക് ശിക്ഷ ഇറങ്ങുകയല്ല കൊണ്ട് അവർക്ക് മാപ്പ് കൊടുത്തു. ഇത്രത്തോളം കരുണയുള്ള, ഇത്രത്തോളം എല്ലാവരോടും പുറത്തു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ നമുക്കെന്ത് സ്നേഹിക്കാൻ കഴിയാത്തത്? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വരാത്തത്? നമ്മളൊരു പ്രവാചക സ്നേഹിയാണെങ്കിൽ നമുക്കും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്ന ഇതുപോലുള്ള ഒരുപാട് മാതൃകകളുണ്ട്. ശത്രുവിനോട് പോലും പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം, എല്ലാം മാപ്പ് ആക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ 1000 സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ എന്തൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ മാപ്പ് കൊടുക്കുകയും അവരോടൊക്കെ പൊരുത്തപ്പെടിച്ച് കൊടുക്കുകയും ഇൻഷാ അല്ലാഹ് അവരെയൊക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ കഴിയണം, അങ്ങനൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു തആല നല്ലൊരു മനസ്സ് നമുക്ക് തരട്ടെ. 1000 സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടി നമ്മുടെ ജീവിതവും മാറണം. ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗമെത്തി എന്ന് വെച്ച് ആ പുസ്തകം നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അവസാനം വരെ നമുക്ക് എത്താൻ കഴിയില്ല. ഒരു ബുക്കാവുമ്പോൾ അതിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും, വിഷമവും ഉണ്ടാവും, ദേഷ്യം വരും, പലതും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കിഷ്ടപ്പെടാത്ത എത്തുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് യഥാർത്ഥ അവസാനം വരെ നമുക്ക് എത്താൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് ഉടനടി നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പലരും സ്വലാത്ത് ചെല്ലും, എനിക്ക് ചില കാര്യങ്ങൾ അവരാഗ്രഹിച്ച് സാധിച്ചിട്ടുണ്ടാവും, പക്ഷേ ചിലവർക്ക് ആഗ്രഹിച്ചത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതോടുകൂടി നിങ്ങൾ സ്വലാത്ത് നിർത്തരുത്. പക്ഷെ അങ്ങനെ സ്വലാത്ത് നിർത്തിയാൽ നിങ്ങൾക്ക് മദീന എത്താൻ കഴിയുമോ? നിങ്ങൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുമോ? അപ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ആഗ്രഹങ്ങൾ സഫലമാകാം, ചിലപ്പോൾ ഉടനെ നേടാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ സ്വലാത്ത് നിർത്തരുത്. ആ ബുക്ക് പൂർണ്ണമായി വായിച്ച് തീർത്താലേ നമ്മൾ ലക്ഷ്യത്തിലെത്തുള്ളൂ. ഒരു കുന്നാവുമ്പോൾ ഒരു ഇറക്കമുണ്ടാവും. അപ്പോൾ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു മനസ്സ് നമുക്കുണ്ടാവണം ഇൻഷാ അല്ലാഹ്. എങ്കിലേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ, ആ ലക്ഷ്യം മദീനയാവുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലാകുമ്പോൾ അതിലൂടെ എല്ലാം നമുക്ക് മറക്കാനും പൊരുത്തപ്പെട്ട് കൊടുക്കാനും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ആ ജീവിതത്തിൽ വരും. അതെല്ലാം തരണം ചെയ്യാൻ ഈ സ്വലാത്ത് കൊണ്ട് ഒരു ഈമാനിക ശക്തി നമുക്ക് കിട്ടും, ഈമാൻ്റെ മധുരം നമുക്ക് ലഭിക്കും. മധുരം നുകരാൻ നമുക്ക് കഴിയട്ടെ, ആ മദീനയിൽ അണയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ തീരുമാനം എടുക്കുക. അല്ലാഹു തആല നല്ല മനസ്സോടുകൂടി എല്ലാവർക്കും പുറത്തു കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.